നിങ്ങൾ ചിക്കൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടുക്കളയിൽ അല്പം സമയം ചെലവഴിച്ച് രുചികരമായ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനുള്ള സമയമായിരിക്കുന്നു. അമുൽ ഘീയുടെ നന്മയിൽ പാകം ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമായവ: ചിക്കൻ 450 ഗ്രാം, അമുൽ ഘീ 3 ടേബിൾ സ്പൂൺ, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, തക്കാളി 1 കപ്പ് ചെറുതായി അരിഞ്ഞത്, വേവിച്ച ബസ്മതി അരി 1 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, വെള്ളം. നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന മസാലകൾ: കറുവയില 2, പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ബിരിയാണി മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അലങ്കരിക്കുന്നതിനായി നിങ്ങൾക്ക് ആവശ്യമായി വരുന്നവ: തവിട്ട് നിറത്തിൽ മൂപ്പിച്ച ഉള്ളി 1 കൈപ്പിടി നിറയെ, അമുൽ പാലിൽ അലിയിച്ച 1 നുള്ളു കുങ്കുമപ്പൂവ്. രുചികരമായ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിന്റെ ആദ്യ പടി ചിക്കനിൽ മസാല ചേർത്ത് വെക്കുകയാണ്. ഒരു പാത്രത്തിൽ ചിക്കൻ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. ഇത് ചിക്കനോടൊപ്പം നന്നായി ഇളക്കി അരമണിക്കൂറോളം മസാല പിടിക്കുന്നതിനായി മാറ്റിവെക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ ചൂടാക്കിയ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ അമുൽ ഘീ ഒഴിക്കുക. ഇതിലേക്ക് കറുവയിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർക്കുക. ഇത് നെയ്യിൽ മൂപ്പിക്കുക. ഉള്ളിയുടെ നിറം ചെറുതായി മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ചേർക്കുക. ഇനി നന്നായി ഇളക്കുക. ഇപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കേണ്ട സമയമാണ്. പാനിലേക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. അത് നിങ്ങൾ നന്നായി ഇളക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശരിയായി ഇളക്കുക. 2 മിനിറ്റ് ഇതുപോലെ തന്നെ വേവിക്കുക. പാൻ അടച്ചുവെച്ച് ചിക്കൻ ഇടത്തരം തീയിൽ 8-10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ ചിക്കനിൽ മസാല നന്നായി പിടിക്കുകയും വേവുകയും ചെയ്യും. ഇനി പാത്രത്തിന്റെ അടപ്പ് നീക്കി ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചിക്കൻ ബിരിയാണിയുടെ സൗന്ദര്യം ഇരിക്കുന്നത് ചിക്കൻ ചോറുമായി യോജിപ്പിക്കുമ്പോഴാണ്. വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഒരു പാത്രത്തിൽ നിരത്തി അതിനു മേലെ ഒരു പാളിയായി ചിക്കൻ നിരത്തുക. അതിനു മേലേക്ക് വീണ്ടും ചോറ് നിരത്തുക. ഇതിനു മേലേക്ക് അമുൽ മിൽക്കിൽ അലിയിച്ചു വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവ് തളിക്കുക. ഒടുവിൽ തവിട്ട് നിറത്തിൽ വറുത്ത ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും മുകളിൽ വിതറി ചൂടോടെ വിളമ്പാം. ഇതിന്റെ കൂടെ ദഹി റൈത്ത ഒരു തൊടുകറിയായി ഉപയോഗിക്കാവുന്നതാണ്. ആസ്വാദ്യകരമായ അമുൽ ഘീ ഉപയോഗിച്ച് പാകം ചെയ്ത ബിരിയാണി ആസ്വദിക്കാൻ ഇനി വൈകേണ്ടതില്ല.